വോട്ട് ചെയ്തത്. So when we are sitting in parliament, we have to realize that of course we are individuals. പാർലമെന്റിൽ നമ്മൾ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളാണ്. And Priyanka is an individual and Rahul is an individual taking the oath. പ്രിയങ്ക എന്ന് പറയുന്നതും രാഹുൽ എന്ന് പറയുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. But actually, more than an individual, we are a feeling in the heart of the people of Wayanad. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ വ്യക്തികൾ എന്നതുപരി ഞങ്ങൾ രണ്ടുപേരും, രാഹുൽ എന്നതും പ്രിയങ്ക എന്നതും വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു വികാരമാണ്. And the people of Wayanad have put trust in us. വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. Put belief in us. ഞങ്ങളിൽ അവരുടെ വിശ്വാസം അവർ അർപ്പിച്ചിട്ടുണ്ട്. And said to us that you please go to the Parliament of India and represent this feeling in the Parliament. അവർ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ തോന്നലുകളെ നിങ്ങൾ പ്രതിനിധീകരിക്കുക എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. So the most important thing for us is that we are representing the feeling that has sent us there. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തോന്നൽ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ആ തോന്നലിനെ അവിടെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. So when I see a little child in Wayanad, I say, oh, his mother and father sent me to the Lok Sabha. ഇവിടെ വയനാട്ടിലെ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് എന്നെ ലോക്സഭയിലേക്ക് അയച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. That means I have to look after him. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കുട്ടിയോ കുഞ്ഞിനെയോ ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ ഞാൻ നോക്കണം, അവരെ സംരക്ഷിക്കണം, പരിപാലിക്കണം. If I can make him little happy, I should do it immediately. ആ കുഞ്ഞിനെ എനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. അതാണ് ഞാൻ ചെയ്യേണ്ടത്.